എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ്. നേന്ത്രക്കായ കൊണ്ടാണ് കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു കറി തയ്യാറാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാനൊരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരൊറ്റ നേന്ത്രക്കായ കൊണ്ടാണ്. അപ്പോൾ കറിയുടെ അളവ് കുറച്ചും കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കായയുടെ അളവ് കൂട്ടിയെടുത്തോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ തൊണ്ടയ്ക്ക് ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനൊരു മൺചട്ടിക്കകത്തേക്ക് ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. തീരെ പൊടി പൊടിയായിട്ട് അരിയേണ്ട, കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. മൺചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ കറ ഇല്ലാതിരിക്കാനായിട്ടാണ്. അപ്പോൾ നേന്ത്രക്കായ തന്നെ വേണമെന്നില്ല, ഏത് കായയിലും നമുക്ക് ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കായ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, നേന്ത്രക്കായൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആവാം മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ നേന്ത്രക്കായ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് 1-2 സാധനങ്ങൾ നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.25 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഈ ഒരു കളറിലേ വേണം കിട്ടാനായിട്ട്. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ നേന്ത്രക്കായ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. ഇനി നിങ്ങൾ മൺചട്ടിക്കകത്തല്ല കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുക വെച്ചാലും ഒരുപാടങ്ങ് കായ വെന്തു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് അല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. ഇതിപ്പം ഒരു പകുതി നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കായയിലേക്ക് പുളി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് ഒന്നും കൂടി സ്വാദൊക്കെ കൂടും. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതവിടെ നന്നായിട്ട് തിളച്ച് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാടൊന്നുമില്ല. ഇതിപ്പം ഒരു 1/2 ബൗൾ നാളികേരം, ഒരു 4 സ്പൂൺ നാളികേരം അത്രേ വരുള്ളൂ. അതുപോലെ തന്നെ അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലപോലെ നമ്മൾക്ക് അരഞ്ഞു കിട്ടുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേന്ത്രക്കായയിലേക്ക് ചേർത്ത് കൊടുത്ത പുളിവെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ഈ ഒരു രീതിയിലായിരിക്കണം അരച്ച് കിട്ടേണ്ടത്. ഈ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അരപ്പ് ചേർത്തിട്ട് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒഴിച്ചുകറി ആയതുകൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചാനലിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇതുപോലത്തെ നാടൻ റെസിപ്പീസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഉപ്പ് നോക്കുക, എന്നിട്ട് ഇല്ലാച്ചാൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു. ഈ സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. ഈ ഒരു സമയത്ത് കറിയിലേക്ക് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തക്കാളി ചേർത്ത് കൊടുക്കുമ്പം കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത്, കാരണം നമ്മൾ നേരത്തെ പുളി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 5-6 മിനിറ്റെങ്കിലും നല്ലപോലെ തിളപ്പിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 6 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് നമ്മുടെ കറി കറക്റ്റ് പാകമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഉഴുന്നുപരിപ്പും അതുപോലെ വറ്റൽമുളകും നമ്മൾ വറുത്ത് അരച്ചിരിക്കുന്നത് കൊണ്ട് കറിക്ക് നല്ല വാസനയാണ്. അതുപോലെ തന്നെ സ്വാദും ഉണ്ടാവും കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പറ്റിയൊരു റെസിപ്പി തന്നെയാണിത്. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് കുറുകി വരും.
ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുക. ഞാൻ സ്റ്റൗവിൽ നിന്ന് അതൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതിനകത്തേക്ക് കുറച്ച് കടുക്, വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കായത്തിൻ്റെ പൊടി. ഇനി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലൊരു കറി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്